നമ്മൾ നിൽക്കുന്ന ഈ 19-20 ഡേറ്റ് 9 പേരെയാണ് ഈ മാസം ചവിട്ടിക്കുന്നത്. വലിയ ആക്രമിക്കുകയാണ്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബൈക്കിൽ പോകുന്നവരെ പച്ചാപ്പകൽ പുൽപ്പള്ളിയിൽ പിന്നാലെ കൂടുന്നു ആന. എറണാകുളത്ത് വരെ എത്തി. ഇത് പണ്ട് കർഷകരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചിരുന്ന കുറെ കണ്ണാടി എന്താ പറയുക ചർച്ചക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ ഹൈക്കോടതിയിൽ ചില സമയത്ത് കോടതി ജനലും വാതിലും അടച്ചിട്ട് കോടതി നടത്തേണ്ട ഗതികേടാണ്. ജഡ്ജിമാരുടെ മേശയ്ക്ക് പുറത്ത് കുരങ്ങാണ്. ഇത് മലയോര പ്രശ്നം എന്ന് പറഞ്ഞിട്ട് തള്ളിവിട്ടിരുന്ന ടീമുണ്ടായിരുന്നു. ഈ കർഷകരെ കുറിച്ച് എന്താ പറയാ? കയ്യേറ്റക്കാരല്ലേ? കയ്യേറ്റക്കാർ. ഒരു കയ്യേറി വനം മുഴുവൻ വെട്ടി കൃഷി ഉണ്ടാക്കിയാൽ അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് ചാനലിലിരുന്ന് ചർച്ച നടത്തിയവരുടെ തലയിൽ കുരങ്ങ കയറിയിരിക്കുന്നു കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പീഡനം അനുഭവിക്കുന്നത് ഈ മലയോര മേഖലയിലെ ഈ പറയുന്ന ക്രൈസ്തവ സമുദായം തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന കടപ്പുറത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ CSR നിയമങ്ങൾ, കോസ്റ്റൽ റെഗുലൈസേഷൻ സോൺ എന്ന് പറയുന്ന ഈ സോണിൻ്റെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് എത്രത്തോളം ഇവിടെ ഇപ്പം നിലവിലുള്ളവർ ബുദ്ധിമുട്ടുന്നുണ്ടാകും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കടൽ തീരത്ത് താമസിക്കാൻ പാടില്ല. മത്സ്യത്തൊഴിലാളികൾ ഒഴിഞ്ഞു എങ്ങോട്ട് പോകണം? കിഴക്കോട്ട് പോയാൽ പശ്ചിമഘട്ടം ഫോറസ്റ്റ്, പടിഞ്ഞാട്ട് വന്നാൽ ഈ അറബിക്കടൽ. ഇതിൻ്റെ നേരിൽ ഒരു റോഡ് കേരളം, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള നഗരം. ഒരു സ്ക്വയർ കിലോമീറ്ററിന് ഇന്ത്യയിൽ ആവറേജ് 150 ആളാണ്. ആ സ്ഥാനത്ത് കേരളത്തിൽ 860 ആളുകളാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അവിടെയാണ് ഈ നിയമങ്ങൾ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തി മനുഷ്യനെ അങ്ങോട്ട് പോകും. ഈ നിയമത്തിൻ്റെയൊക്കെ പിൻബലം നമ്മൾ ഇതൊക്കെ പരിശോധിക്കാൻ ജനങ്ങൾ ഇടപെടേണ്ട പ്രശ്നമാണ് CSR. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ദുബായിൽ പോകാത്തവരോട് ആരുമില്ലല്ലോ. ദുബായിലൊക്കെ എവിടെ ബിൽഡിങ്? കടൽ തൂർത്ത് കടലിൽ ബിൽഡിങ് ആയിട്ടാണ്. തൊട്ടടുത്ത നമ്മളെ ഇവിടുന്ന് 500 കിലോമീറ്റർ കടലിലൂടെ പോയി എത്തുന്ന മാലിദ്വീപ് സമൂഹം, രാജ്യം മുഴുവൻ കെട്ടിടങ്ങളും കടലിലാണ്. അപ്പോൾ ഇവിടെ കടലിൻ്റെ വക്കത്ത് പോലും ജീവിക്കാൻ പറ്റില്ല. ഈ രീതിയിൽ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന നിയമങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സമുദായത്തിൻ്റെ പ്രശ്നം. കടപ്പുറം പ്രശ്നം പോലെ പറയും, അത് ലത്തീൻ കത്തോലിക്കയുടെ പ്രശ്നമല്ലേ എന്ന് പറയും. ഇങ്ങനെ ജാതിവൽക്കരിക്കുക, വർഗീയവൽക്കരിക്കുക, ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സംസ്ഥാന നേതാക്കളും ഇവിടെയുണ്ട്, തിരുമേനിമാരുണ്ട്. എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്, ഇത് നമ്മുടെ പൊതുവായ വിഷയമായി ഈ വിഷയങ്ങൾ മനുഷ്യൻ്റെ വിഷയമായി ഏറ്റെടുക്കണം. അതോടൊപ്പമാണ് തൃണമൂൽ കോൺഗ്രസിൽ ഞങ്ങൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ ക്രിസ്മസിൽ പാതിരാ കുർബാനയിൽ പങ്കെടുത്തേക്ക് ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി മമതാ ബാനർജി. കാരണം അവർ ആ നാടിന് നൽകുന്ന സന്ദേശമാണ്. അവിടെയും ഇത്തരത്തിലുള്ള നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിവുള്ളവരാണ്. അപ്പം അതിനെതിരെ വരുന്നവർക്കുള്ള സന്ദേശമായിട്ട് ആ പാതിരാ കുർബാനയിൽ ആ നാടിനെ റെപ്രസെൻ്റ് ചെയ്ത മുഖ്യമന്ത്രിയുടെ പാർട്ടിയെ, ഈ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ റെപ്രസെൻ്റേറ്റീവ് ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അടിവരയിട്ട് പറയുന്നു, ഒരു അണുമണി തൂക്കം ഇവിടെ ഈ താമസിക്കുന്ന പണം കൊടുത്ത് ഭൂമി വാങ്ങി പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന ഈ ജനങ്ങളെ ഇറക്കി വിടുന്ന ഒരു നിലപാടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അവർ പുതിയ അവകാശങ്ങൾ ചോദിക്കുകയല്ല, പുതിയ പട്ടയം ആവശ്യപ്പെടുകയല്ല, പുതുതായിട്ട് നികുതി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല. 19 കൊല്ലമായി സർക്കാർ അവർക്ക് അനുവദിച്ച് നൽകിയ അവകാശങ്ങൾ എടുത്തു കളയരുത്, കൃത്യമായി മനസ്സിലാക്കണം. അതാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം. ആ സമരത്തിന് ഈ ജനതയോടൊപ്പം എല്ലാവിധ ആത്മാർത്ഥമായ പിന്തുണയും രാഷ്ട്രീയമായും വ്യക്തിപരമായും നൽകിക്കൊണ്ട് ഞാൻ ഈ പൊതുസമ്മേളനം, ഇന്നത്തെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.